ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസിന്റെ 25 ദിവസത്തെ ഒരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് ഉണ്ണീശോയെ സ്വീകരിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്ന വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാനവും ശാന്തിയുമാണ്, നിത്യരക്ഷയാണ്. നമ്മൾ ഇന്ന് ഈ 2-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ ഉണ്ണിയേശുവിനെ കണ്ടുമുട്ടാനുള്ള നമ്മുടെ ഒരുക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉണ്ണിയേശുവിനെ കണ്ടുമുട്ടുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ ഒരുക്കങ്ങൾ നടത്തുന്നത്. പലതരത്തിലുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഭൗതികമായ ഒരുക്കങ്ങൾ, അങ്ങനെ പല വ്യത്യസ്തങ്ങളായ രീതികളിൽ നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണല്ലോ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണുക ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ചുള്ള കേൾവികളും വാർത്തകളും, അതുപോലെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അന്തരീക്ഷങ്ങളും സമാധാനമില്ലാത്ത കുടുംബങ്ങളും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഈ വർഷത്തെ ക്രിസ്തുമസിന്റെ പ്രസക്തി എന്ന് നമ്മൾ ചിന്തിക്കണം. ഭൗതികമായ ഒരുക്കങ്ങൾ മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂവെങ്കിൽ അത് വെറുമൊരു ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമായിട്ട് മാറും. മാലാഖമാർ ഈശോയുടെ ജനന സമയത്ത് ഇപ്രകാരം പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ഭൂമിയിൽ സന്മനസ്സുള്ളവർ എന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിലെ ദൈവത്തിന്റെ മഹത്വത്തെ ഭൂമിയിൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക്, ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ അവതരിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ദൈവം നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്, വാഗ്ദാനമാണ് ഈ സമാധാനം. കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുവാൻ, ദേശത്ത് സമാധാനം വളർന്നു വരുവാൻ, അതുപോലെ തന്നെ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ ഈശോയെ വ്യക്തിപരമായി സ്വീകരിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും ചില വ്യക്തിത്വങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മ ദൈവപുത്രന് വേണ്ടി പ്രാർത്ഥിച്ച് കാലാകാലങ്ങൾ, അല്ലെങ്കിൽ അവളുടെ ജീവിതകാലത്ത് നല്ലൊരു കാലഘട്ടം മുഴുവൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരുന്ന പരിശുദ്ധ കന്യകാമറിയം, ദൈവത്തിന്റെ പദ്ധതികളോട് 100% സമ്മതം മൂളിക്കൊണ്ട് ആ പദ്ധതികൾക്ക് വിധേയപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം, ഈശോയെ ആദ്യം സ്വീകരിക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ യോസേപ്പ് പിതാവ് ദൈവസന്നിധിയിൽ നീതിനിഷ്ഠനാണ്, ദൈവത്തിന്റെ സ്വരത്തിന് കാതോർക്കുന്ന വ്യക്തിയാണ്, എപ്പോഴും ദൈവഹിതം മാത്രം അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. യോസഫിനെ കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണല്ലോ, അവൻ നീതിമാനായിരുന്നു. യോസഫിന്റെ എളിമയെക്കുറിച്ച് നമ്മൾ ഒത്തിരി പറയാതെ നമുക്കറിയാം. ആ ജോസഫാണ് ഈശോയെ കണ്ടുമുട്ടുന്നത്. ജോസഫാണ് ഈശോയെ, പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ പിന്നെ ഈശോയെ സ്വീകരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ആട്ടിടയന്മാർ. ഈ ആട്ടിടയന്മാര് അവർക്ക് വാസ്തവത്തിൽ ഒന്നുമില്ലാത്തവരാണ്. ആടുകളെ മേയിച്ച് അവരോടുകൂടെ ജീവിച്ച് അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പാവങ്ങൾ. അവർക്ക് മുമ്പിലാണ് സ്വർഗം ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്, ഉണ്ണിയേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ആദ്യം നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ ഈ പുൽക്കൂട്ടിലേക്ക് കൊണ്ടുവന്നതും അവരുടെ ആരുടെയും കഴിവോ മേന്മയോ ഒന്നുമല്ല, മറിച്ച് ദൈവം തന്നെ അവർക്ക് മുൻപേ നക്ഷത്രത്തെ ഒരുക്കി ആ പുൽത്തൊഴുത്തിലേക്ക് അവരെത്തിക്കുകയാണ്.
ഈ ഒരു ശാന്തതയാണ് നമുക്ക് ആവശ്യം. ഈ ഒരു എളിമയാണ് നമ്മുടെ ജീവിതത്തിലും ആവശ്യം. ഈ ഒരു എളിമ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഉൾത്തൊഴുത്തിന്റെ ശാന്തതയിൽ, പുൽക്കൂടിന്റെ ആ ഒരു ദാരിദ്ര്യാവസ്ഥയിൽ ഈശോയെ അന്വേഷിക്കുമ്പോൾ നിശ്ചയമായും അവിടുന്ന് നമുക്ക് മുൻപ് വെളിപ്പെടും. ഈ വർഷത്തെ ക്രിസ്തുമസ് വലിയ കൃപയായിട്ട്, അനുഗ്രഹമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രസക്തമായ ഒരു ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 10-11 വചനങ്ങളാണ്. ദൂതൻ ആട്ടിടയന്മാരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ ഒരുക്ക ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായിട്ട് മാറട്ടെ. ഈശോയെ കണ്ടുമുട്ടി ക്രിസ്തുമസ് അനുഭവമാക്കുവാൻ, ആഘോഷങ്ങൾക്കപ്പുറത്തേക്ക് അനുഭവമാക്കി മാറ്റാൻ പുൽത്തൊഴുത്തിലെ ഉണ്ണി ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദേശത്തും രാജ്യങ്ങൾക്കിടയിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും ഈ ക്രിസ്തുമസിന്റെ നൽകുന്ന സമാധാനം, ഉണ്ണിയേശു നൽകുന്ന സമാധാനം അനുഭവവേദ്യമായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.